മുളക്കുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ദിവ്യ മാഡം 2021 ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത്. ആലപ്പുഴ ടൗണിൽ നിന്നും മുളക്കുഴ എന്ന ഗ്രാമത്തിലേക്കെത്തി ഈ നാട്ടുകാരുടെയും PHCയിലെ ജീവനക്കാരുടെയും പ്രിയപ്പെട്ടതാകാൻ മാഡത്തിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. PHC മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ ചെറിയ കാലയളവിലേക്കാണ് സേവനമനുഷ്ഠിച്ചതെങ്കിലും വളരെ വലിയ മാറ്റങ്ങളാണ് PHCക്ക് ഉണ്ടായത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് സർവീസ് ജീവിതത്തിൽ അനിവാര്യമായ ട്രാൻസ്ഫർ മാഡത്തിന് ആര്യാട് PHCയിലേക്ക് ആയിരിക്കുകയാണ്. ദിവ്യ മാഡത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് വലിയ നാളത്തെ അങ്ങനെ പരിചയമൊന്നുമില്ല. എന്നാലും ഒരു 2 months ഉള്ള ഒരു ഇത് വെച്ചിട്ട് പരിചയം വെച്ചിട്ട് മാഡത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ മാഡം വളരെ സിമ്പിൾ ആൻഡ് പ്ലസൻ്റ് ആയ ഒരാളാണ്. പിന്നെ എന്താ പറയുക, മാഡം എല്ലാ ആൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഏത് സ്റ്റേജിലുള്ള ഏത് തലത്തിലുള്ള ഒരാളാണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്നവരെ റെസ്പെക്റ്റ് ചെയ്യാൻ നന്നായി അറിയാവുന്ന ഒരാളാണ്. അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് മാഡം. വേറെ എവിടെ പോയാലും എന്താ പറയുക, ഒരു നല്ല ഒരു അധികാരിയായിരിക്കും, ഒരു ഡോക്ടറായിരിക്കും. മാഡത്തിന് എല്ലാ വിശ്വസും നേടുന്നു. നമ്മുടെ ദിവ്യ മാഡത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നാളെ തൊട്ട്, അതായത് അടുത്ത ദിവസം മുതൽ ദിവ്യ മാഡം ഇല്ലാത്തൊരു PHC ആണെന്ന് ഇതെന്ന് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ദിവ്യ മാഡത്തിന് തുല്യം ദിവ്യ മാഡം തന്നെ, പകരം വയ്ക്കാൻ വേറൊരു വ്യക്തിത്വം നമുക്കില്ല. മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ ദിവ്യ മാഡത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കാരണം നമുക്ക് മാഡം ഉണ്ടല്ലോ എല്ലാത്തിനും. നമുക്കൊരു കോൺഫിഡൻ്റ് ആയിരുന്നു മാഡം മെഡിക്കൽ ഓഫീസറായിട്ടിരിക്കുന്നത്. മാഡം പോലെ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഈ മാഡത്തിൻ്റെ മുന്നോട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും എല്ലാ ഭാഗങ്ങളും മാഡത്തിന് നേരുന്നു. നമസ്കാരം. സ്ഥാനചലനം ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചിലരുടെ സ്ഥാനചലനം, ചില ട്രാൻസ്ഫറുകൾ നമ്മളിൽ ശരിക്കും വേദന ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അങ്ങനെ ഒരു ഫീലാണ് എൻ്റെ മനസ്സിലിപ്പോൾ ദിവ്യമാടം പോകുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബാംഗം പോലെ, ഞാൻ മുമ്പ് നിസി പറഞ്ഞത് കേട്ടു, ഇവരുടെ പറഞ്ഞത് കേട്ടു, ഒരു കുടുംബാംഗം പോലെ തന്നെ എല്ലാവരും ചേർത്ത് പിടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മാഡത്തിൻ്റേത്. ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും എല്ലാവരും ചേർത്ത് പിടിച്ച് മുമ്പോട്ട് നയിച്ചതിൻ്റെ പങ്ക് ആർക്കും വിസ്മരിക്കാൻ പറ്റുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജനപ്രതിനിധികളും നാട്ടുകാരും ജീവനക്കാർക്കൊക്കെ ശരിക്കും ഭയങ്കര നഷ്ടം തന്നെയാണ്. എന്തായാലും ഇനി പോകുന്ന സ്ഥാപനത്തിൽ മാഡത്തിന് കൂടുതൽ ശോഭയോടെ തിളങ്ങാനും കൂടുതൽ ആർജവത്തോടെ ജോലി ചെയ്യാനും ഉള്ള മനസ്സും ശാരീരിക സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പാണ്ടനാട് ബ്ലോക്കിന് വേണ്ടി ഞാൻ ആശംസിക്കും. നന്ദി, നമസ്കാരം. ബൈ. മാഡത്തിനോട് കഴിഞ്ഞ ഇത്രയും നാളുകൾക്കുള്ളിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ച് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ദിവ്യ മാഡം ട്രാൻസ്ഫർ ആവുകയാണ്. അപ്പോൾ മാഡത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാഡത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഡോക്ടർ ദിവ്യ എന്നാണ് മാഡത്തിൻ്റെ പേര്. അത് മാഡത്തിൻ്റെ സ്വഭാവത്തിലും ഔദ്യോഗികതയിലും വളരെ വ്യക്തമായിട്ടുണ്ട്. ദിവ്യ എന്ന് പറഞ്ഞാൽ ദിവ്യമായത് എന്നാണ്. അപ്പോൾ അത് തന്നെയാണ് മാഡത്തിൻ്റെ ക്യാരക്ടർ. അത് തന്നെയാണ് മാഡം ഒഫീഷ്യലി ഇവിടെ ചെയ്യാറുള്ളത്. വളരെ നല്ല ഒരു മാതൃകാപരമായ ഒരു നേതൃത്വമാണ് മാഡം സ്വീകരിച്ചിട്ടുള്ളത്. എന്നെപ്പോലുള്ള ഒരു ഉദ്യോഗസ്ഥന് മാഡത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ ഒരു കർത്തവ്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാഡത്തിൽ നിന്ന് നല്ല അനുഭവങ്ങളാണ് കിട്ടിയുള്ളത്. ഒരു സഹപ്രവർത്തകനെ എങ്ങനെ മാനിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹവുമായിട്ട് മിങ്കിൾ ചെയ്ത് ജോലി ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മാഡം പുതിയ സ്ഥാപനത്തിലേക്ക് മാറിപ്പോവുകയാണ്. അപ്പോൾ അവിടെയും ഇത്തരത്തിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ദിവ്യ മാഡം ട്രാൻസ്ഫറായി പോകുന്നതിൽ നമുക്ക് അതിയായ വിഷമമുണ്ട്. പക്ഷേ മാഡത്തിന്
കുറച്ചുകൂടെ അടുത്ത് കിട്ടുന്നതും മാഡത്തിന് സൗകര്യം അതായതുകൊണ്ടും നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. നമ്മുടെ മാഡത്തെ സംബന്ധിച്ചിടത്തോളം PHC ഒരു വീട് പോലെ, അതുപോലെ ഓരോരുത്തരും വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ഇവിടുത്തെ ഓരോരുത്തരെയും മാഡം കരുതുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴും നിയന്ത്രിക്കുമ്പോഴും ഒക്കെ ഗ്രഹനാഥയെ പോലെ ആകാനും, അതേപോലെ ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കൊച്ചുകുട്ടികളെ പോലെ ആകാനും എല്ലാം മാഡത്തിന് ഒരേപോലെ കഴിയുന്നു എന്നുള്ളത് മാഡത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഡോക്ടറെക്കുറിച്ച് പറയാനേറെയുണ്ട്, എങ്കിലും എനിക്ക് ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങൾ മാത്രം പറയാം. സ്വന്തം ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് അധികം വിഷമിച്ചിരിക്കുമ്പോഴും ഡോക്ടറുടെ മുമ്പിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ജലദോഷം അങ്ങനെയൊക്കെ പറഞ്ഞെത്തുന്നവരെ പോലും മാഡത്തിൻ്റെ വിഷമങ്ങളൊക്കെ കാണിക്കാതെയോ നീരസമോ ഒന്നും കാണിക്കാതെ അത് ക്ഷമയോടെ കേൾക്കുന്നതും പരിഹരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അതിശയം തോന്നിയിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓർഡർ വന്നപ്പം തൊട്ട് ഈ വീട്ടിലെ വിളക്ക് മങ്ങിയതുപോലെ ഒരു ഫീലിംഗാണ്. മാഡത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ നിന്ന് മാഡം ഒരു മാറ്റം ആഗ്രഹിച്ചതെന്ന് തോന്നുന്നു. മാഡത്തിനിപ്പോൾ നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം വീടിൻ്റെ അടുത്തേക്കാണ് മാഡത്തിന് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. മനഃപൂർവ്വം അല്ലാതെയാണെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ മനപ്രയാസമോ മാഡത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കണം. 2 വർഷമേ മാഡത്തിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഒരു വിഷമം. ആദ്യമായിട്ടാണ് മാഡം ഇവിടെ മെഡിക്കൽ ഓഫീസറായിട്ട് PSCയിൽ വന്നത്. എന്നാൽ നല്ല പ്രോഗ്രാം, അതായത് മന്ത്രി ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാനും അതിൽ മന്ത്രിയോടൊപ്പം വേദി പങ്കിടാനും ഒക്കെ മാഡത്തിന് സാഹചര്യം ലഭിച്ചു. അതുപോലെ തന്നെ PHCയുടെ പുതിയ ബിൽഡിങ് എനിക്ക് തോന്നുന്നു ഒരു 100 വർഷമെങ്കിലും നിലനിൽക്കും. ആ ബിൽഡിങ്ങിൽ ഡോക്ടർ ദിവ്യ ആർ എന്നുള്ള പേര് അത്രയും നാളും നിലനിൽക്കും. അതൊക്കെ ഈ PHCയിൽ നിന്ന് കിട്ടിയ സന്തോഷങ്ങളായി കണ്ട് പുതിയ PHCയിലും തുടർന്നുള്ള സർവീസ് ജീവിതത്തിലും എല്ലാം മാഡത്തിന് അതൊരു ഊർജം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ സ്ഥലത്തെ തിരക്കുകളും പുതിയ സഹപ്രവർത്തകരും ഒക്കെ ആകുമ്പോൾ ഇപ്പോഴത്തെ വിഷമങ്ങളൊക്കെ മാറി സന്തോഷമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വല്ലപ്പോഴും ഒക്കെ ഞാൻ മെസ്സേജൊക്കെ ഇടാറുള്ളെങ്കിലും എപ്പോഴും മാഡത്തിനെ ഓർക്കും. താങ്ക് യു മാഡം, ലവ് യു. ഞാൻ 2022 ജനുവരി വന്ന് ജോയിൻ ചെയ്ത്. ഞാൻ വന്നപ്പോൾ തൊട്ട് മാഡം ഉണ്ട് ഇവിടെ. അപ്പം മാഡമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു. പിന്നെ എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് മാഡം അത് ചെയ്തു തരുമായിരുന്നു. പിന്നെ വേറെ ബുദ്ധിമുട്ടിൽ മാഡം പോകുന്ന സ്ഥലത്ത് നല്ല കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫും നന്നായിരിക്കട്ടെ, ജീവിതവും നന്നായിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഡിസംബർ ലാസ്റ്റാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. ജാനുവരിയോട് കൂടിയാണ് ഡ്യൂട്ടിക്ക് കയറി തുടങ്ങിയത്. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫറായി വന്നതിൽ. പിന്നീട് മാഡവുമായിട്ട് കുറേ അടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭയങ്കര വിഷമം തോന്നും മാഡം പോകുന്നതിൽ. ഇന്നലെ ഡോക്ടർ ജോയിൻ ചെയ്യാൻ വന്നപ്പോഴാണ് ആ വിഷമത്തിൻ്റെ ആഴം കൂടുതൽ മനസ്സിലായത്. എന്നിരുന്നാലും മാഡം ഈ പോകുന്ന സ്ഥലത്തും നല്ല രീതിയിൽ ഇതേപോലെ തന്നെ എല്ലാ സഹപ്രവർത്തകരോടും യോജിച്ചു പോകാനും നല്ലൊരു ഡ്യൂട്ടി അന്തരീക്ഷം അവിടെ കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. മാഡത്തിൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം മാഡം പോകുന്നതിൽ വിഷമമുണ്ട്. മാഡം പോകുന്ന PHCയിൽ നല്ലതായിട്ട് ജോലി ചെയ്യാനൊക്കെ നല്ല ഈശ്വരനെ ആഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഞാൻ ഏകദേശം ഒരു 4 മാസം 5 മാസം ആവുന്നതേ ഉള്ളൂ ഈ ഒരു രജിസ്ട്രേഷനിൽ വന്നിട്ട്. എങ്കിൽ പോലും ഒരു മുൻപരിചയവും ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് മറ്റ് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുകളുണ്ടാകാതെ ഒരു മെഡിക്കൽ ഓഫീസർ അങ്ങനെ ആയിരിക്കണം എന്ന് മാതൃകാപരമായി കാണിച്ചു തരികയും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തന്ന എത്രയും പ്രിയപ്പെട്ട അതിലേറെ ബഹുമാനമുള്ള നമ്മുടെ ദിവ്യ മാഡത്തിന് എൻ്റെ സത്യമായ നന്ദി അറിയിച്ചു. മാഡത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാഡം ഒരു ഫാമിലി അംഗങ്ങളെ പോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് എല്ലാത്തിനും നല്ലൊരു സപ്പോർട്ട് ചെയ്ത് തന്ന ഒരു മാഡമാണ്. മാഡം പോകുന്നതിൽ വളരെ വിഷമമുണ്ട്. അതേപോലെ തന്നെ മാഡത്തിൻ്റെ വീടിനടുത്ത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം
ഉണ്ടെന്നാലും മാഡത്തെ പോലൊരു MOA നമുക്കിനിയും കിട്ടുമെന്ന് തോന്നുന്നില്ല. മാഡത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമസ്കാരം. ഇന്ന് ഈ സ്ഥലത്ത് നിന്ന് ദിവ്യ മാഡം ഞങ്ങളെല്ലാവരെയും വിട്ട് വേറൊരു PHCയിലോട്ട് പോവുകയാണ്. പക്ഷെ അതിൽ നല്ല വിഷമമുണ്ട്. മാഡം എനിക്കെൻ്റെ കൂടപ്പറപ്പിനെ പോലായിരുന്നു. ഈ PHC മാഡം വരുമ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം ഇവിടെ ഞങ്ങൾ പുതിയ ബിൽഡിങ് വന്നു, ലാബ് തുടങ്ങി, കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു. ലാബിൽ ഫർണിച്ചർ ആണെങ്കിലും ശരി, ഇവിടെ ഫ്രണ്ടിലോട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയ ഷീറ്റൊക്കെ ഇട്ട് അതും എല്ലാം റെഡിയാക്കി. ഇത്രയും ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ മാഡത്തെ പോലെ മാഡം എല്ലാവരുടെ അടുത്തും കൂടപ്പുറപ്പിനെ പോലായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും മാഡത്തിൻ്റെ അടുത്തായിരുന്നു ഓടി വന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ കാര്യമാണെങ്കിലും ശരി, ഓഫീസാണെങ്കിലും ശരി, മാഡം നല്ല ഒരു MO ആയിട്ടും സുഹൃത്തായിട്ടും എല്ലാവരുടെ അടുത്തും, എൻ്റെ മാത്രമല്ല എല്ലാവരുടെ അടുത്തും നല്ലതായിട്ടാണ് നിന്നത്. ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും മാഡത്തെ. ഇതുപോലൊരു മെഡിക്കൽ ഓഫീസറെ ഇനി ഞങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ അറിഞ്ഞുള്ള. മാഡം എവിടെ പോയാലും മാഡത്തിനും കുടുംബത്തിനും, മാഡം അതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കത്തില്ല മാഡം. എവിടെ പോയാലും മാഡം ഫാമിലിയെ കൂടെ ചിന്തിച്ച് മാഡത്തിൻ്റെ ഒരു OP പോലും മാഡം വെള്ളം പോലും കുടിക്കാതാണ് 3 മണി വരെ 4 മണി വരെയൊക്കെ ഇരിക്കുന്നത്. അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഒരു ഡോക്ടേഴ്സ് അങ്ങനെ ഇരിക്കുന്നത്. വെള്ളം പോലും മാഡം, അതും ഒട്ടും വയ്യാത്ത അവസ്ഥയിലും മാഡം ഹോസ്പിറ്റലിൽ വന്നു ഇവിടെ വെള്ളം പോലും കുടിക്കാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അത് വലിയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു മാഡം എങ്ങനെ എന്താണ് അത് എത്രയും നമ്മുടെ ഹെൽത്തും കൂടി നോക്കിയിട്ടേ പേഷ്യൻസിനെയാണ് നോക്കാവൂ മാഡം. അത് ഹെൽത്തും നോക്കുക മാഡം, ഫാമിലിയും എന്തായാലും മാഡം നല്ലതായിട്ട് കൊണ്ടുപോകുന്നുണ്ട് മാഡം. അപ്പം എല്ലാം ഒന്നിച്ച് മാഡത്തിന് എന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. ഫാമിലിയും ഹെൽത്തും എല്ലാം നല്ലതായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2.5 വർഷത്തോളമായി മാഡത്തിനോടൊപ്പം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ആ സമയങ്ങളിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയും കംഫർട്ട് സോണിലുമാണ് ജോലി ചെയ്തത്. അതിലുപരി എൻ്റെ ഫാമിലി ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളിലും മാഡം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. അല്ലാതെ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, അത് ഒരു പാട്ട് പാടാൻ അറിയാൻ വയ്യാത്ത എന്നെ കൊണ്ട് മാഡം എന്നെ ചേർത്ത് നിർത്തി പാട്ട് പാടിച്ചതും ഡാൻസ് ചെയ്തതും ചെണ്ട കൊട്ടുന്നതും എല്ലാം മാഡത്തിനോടൊപ്പം എനിക്ക് ചെയ്യാൻ സാധിച്ചു. അത് മാഡം അത് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. പിന്നെ മാഡം പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. മാഡത്തിൻ്റെ ഇനിയുള്ള ഔദ്യോഗിക ജീവിതത്തിലും മാഡത്തിൻ്റെ കുടുംബജീവിതത്തിലെ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. അതോടൊപ്പം മാഡം തന്ന നല്ല മുഹൂർത്തങ്ങൾ ഞാൻ എന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കും. മാഡത്തിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. മാഡം എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ കാര്യത്തിലാണേലും മോളുടെ കാര്യത്തിലാണേലും ഞാൻ മാഡത്തിൻ്റെ കൂടെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ജോലി ചെയ്തു. ഞാൻ ഡ്യൂട്ടിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ജോലി ചെയ്യുമ്പം. കാരണം അതുപോലെ മാഡം നല്ലൊരു ഇതായിരുന്നു. നല്ലതായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു. മാഡം പോകുന്നിടത്ത് ഞാൻ എപ്പോഴും ഓർക്കും, മാഡം പോകുന്നിടത്ത് അവർ ഭാഗ്യമുള്ളവരാണ്. കാരണം മാഡത്തിൻ്റെ കൂടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടി. മാഡം പോകുന്നിടത്ത് മാഡത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് മാഡത്തിൻ്റെ കുടുംബത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ. മാഡത്തിൻ്റെ മോൾക്കും ഹസ്ബൻഡിനും നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള ആശംസകൾ കൂടി നേരുന്നു മാഡത്തിന് വേണ്ടിയിട്ട്. ഈ വൈകിയ വേളയിൽ മാഡത്തിന് ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഒന്നും കൂടുതൽ പറയാനില്ല. മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. ആദ്യം തന്നെ നൗഫൽ സാറിന് വലിയൊരു താങ്ക് യു. ഇങ്ങനൊരു അവസരം ഇങ്ങനൊരു അവസരം ആക്കി തന്നതിൽ. ഒരു കണക്കിന് ഞാൻ അവിടെ ഇല്ലാത്തത് തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് ഇപ്പോൾ തോന്നുന്നു. ഉണ്ടായിരുന്ന ഞാൻ കരഞ്ഞേനെ. മാഡത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ സർവീസ് തുടക്കം കുറിച്ചത് മാഡത്തിൻ്റെ ഒപ്പം. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. നല്ല രീതിയിൽ എൻ്റെ തുടക്കം നല്ല രീതിയിൽ തന്നെ തുടങ്ങി.
അത് അതിന് മാഡത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. എന്ത് പ്രശ്നങ്ങളാണേലും ഇതിനിടയ്ക്കുണ്ടായ കുറേ കാര്യങ്ങളും പ്രശ്നങ്ങളും പിന്നെ നമ്മുടെ ജോലി സംബന്ധമായ എല്ലാ വിഷയങ്ങളാണേലും മാഡത്തോട് പറഞ്ഞു കഴിയുമ്പോൾ മാഡം അതിനെ സമീപിക്കുന്ന രീതി വളരെ വലുതാണ്. ഇതിനിടയ്ക്ക് ഞാൻ തന്നെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് തന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം മാഡം ആ രീതിക്ക് തന്നെ കൈകാര്യം ചെയ്തു. അതൊക്കെ വലിയൊരു ക്വാളിറ്റിയാണ് മാഡം. അതുപോലെ മാഡം ഇനി പോകുന്ന ഏത് സ്ഥാപനമാണേലും, ഇനി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏത് സ്ഥാപനമാണേലും, പോകാൻ പോകുന്ന സ്ഥാപനമാണേലും അവിടെ ഇതിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ സ്റ്റാഫിനെയും, നമ്മുടെ താഴെത്തൊട്ട് മേൽത്തട്ട് വരെയുള്ള എല്ലാ സ്റ്റാഫുകളെയും, എല്ലാ സ്റ്റാഫിനെയും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ, എല്ലാവരുടെ കാര്യങ്ങളും കേൾക്കുകയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ മാഡത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഒരുപാട് താങ്ക് യു. പിന്നെ മാഡത്തോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇടയ്ക്ക് മാഡത്തോട് സംസാരിക്കുമ്പോൾ എൻ്റെ കസിൻസിനോടും എൻ്റെ ചേച്ചിയോടൊക്കെ സംസാരിക്കുന്ന ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. നമ്മുടെ ഔട്ട്റീച്ച്, പിന്നെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ ഒരു എമ്മോ നമ്മളോട് ഇത്ര ഫ്രീ ആകുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ എമ്മോ ഒക്കെ ആ ഒരു ലിമിറ്റുണ്ട്, അവർക്ക് നമ്മളോട് ഇടപെടുന്നതിനൊരു ലിമിറ്റുണ്ട്. മാഡം അതൊന്നും വകവെക്കാതെ നമ്മളെല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. എല്ലാ ഭാവങ്ങളും എല്ലാ നന്മകളും നേരുന്നു. ആൻഡ് ഐ മിസ് യു, ഐ ലവ് യു. ദിവ്യ മാഡത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദിവ്യ മാഡം ഞാനിവിടെ ഫസ്റ്റ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് റോസ്മേരി മാഡം ആയതുകൊണ്ടായിരുന്നു. അപ്പം ദിവ്യ മാഡത്തെ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്ത് കണ്ടപ്പം ഞാൻ പേടിച്ചു. കാര്യം മാഡം ഭയങ്കര വലിയ ആളാണോ എന്ന് പേടിച്ച്, എങ്ങനെ ആയിരിക്കും, സ്ട്രിക്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പേടിച്ചു. പക്ഷേ എങ്കിൽ ആൾ നമ്മളോടെല്ലാം നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല ഫ്രീ ആയിട്ട് ഇന്നേ വരെ സംസാരിച്ചിട്ടുള്ളൂ, നമ്മളെല്ലാം ഇടപെട്ടിട്ടുള്ളൂ. മാഡം പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. പിന്നെ മാഡത്തിന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാനും എല്ലാം ബുദ്ധിമുട്ടല്ലേ. അപ്പം മാഡത്തിൻ്റെ സൗകര്യം അനുസരിച്ചിട്ട് കിട്ടിയതിൽ നല്ല മാഡത്തിൻ്റെ ഭാവി സുരക്ഷിതമായിട്ട് ഇരിക്കട്ടെ. പിന്നെ മാഡം എല്ലാവർക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ ഒത്തിരി ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്തപ്പോഴും, പക്ഷേ ഇത്ര മിങ്കിളായിട്ട് എല്ലാവരുമായിട്ട് നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊരു ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മളോട് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് ദിവ്യ മാഡം. മാഡത്തിന് നല്ല ഭാവങ്ങളും നേടും. ദിവ്യ മാഡത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, മാഡം ഞങ്ങളിപ്പോൾ 1 വർഷമായി ഇവിടെ വന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ മാഡം എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു മാഡത്തിൻ്റെ. പിന്നെ ആരോടും ഒരു പാർഷ്യാലിറ്റി മാഡം കാണിച്ചിട്ടില്ല. നമുക്ക് ഒരു ടീമായിട്ട് കൊണ്ടുപോകുന്നതിനകത്ത് മാഡം ഒത്തിരി പങ്കുവച്ചിട്ടുണ്ട്. മാഡത്തെ ഒത്തിരി മിസ് ചെയ്യും മാഡം പോകുന്നത്. ദിവ്യ മാഡത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു സർവീസ് പീരീഡിനുള്ളിൽ ഞാനിപ്പോൾ സർവീസിൽ 12 വർഷം കഴിഞ്ഞു. ഈ 12 വർഷത്തിനുള്ളിൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജോലി ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജോലി ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ 3 വർഷങ്ങളായിരിക്കും. ദിവ്യ മാഡത്തിന് കീഴിൽ വർക്ക് ചെയ്ത് 3 വർഷം. മാഡത്തിന് കീഴിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നത് എൻ്റെ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കാണുന്നു. മാഡം ഇവിടെ നിന്ന് റിലീവ് ചെയ്ത് പോകുന്നത് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. അനിവാര്യമാണ് ട്രാൻസ്ഫർ, എല്ലാവരും എന്തെങ്കിലും പോകേണ്ടി വരും, അതൊക്കെ അറിയാം. എന്നിരുന്നാലും പൊരുത്തപ്പെടാനൊരു ബുദ്ധിമുട്ട്. ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് മാഡത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. മാഡത്തിന് കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു. മാഡത്തിനോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാഡത്തിന് എല്ലാവിധ ആശംസകളും. ദിവ്യ മാഡത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 1-2 വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. കാരണം മാഡം ഇവിടെ നമുക്ക് എല്ലാത്തിലും ഒരേപോലെ സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരുടെയും കൂടെ എല്ലാ കാര്യങ്ങളിലും മാഡം നിന്നിട്ടുണ്ട്. പിന്നെ മാഡം ഇവിടുന്ന് പോകുന്നതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. മാഡത്തിനെ ഒരുപാട് മിസ് ചെയ്യും. മാഡം എവിടെ പോയാലും മാഡത്തിന് നന്മകൾ മാത്രം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. മാഡത്തിൻ്റെ കൂടെയുള്ള ജോലി എനിക്കിതുവരെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മാഡം പോകുന്നിടത്ത് മാഡത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആലപ്പുഴയ്ക്കാണ് റിക്വസ്റ്റ് കൊടുത്തത്. എനിക്ക് ഇവിടെയാണ് കിട്ടിയത്. കുറച്ച് ദൂരമായിരുന്നാലും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ആലപ്പുഴയാണല്ലോ അറ്റ്ലീസ്റ്റ് ഫാമിലിയോടെ നിൽക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആലപ്പുഴ റിക്വസ്റ്റ് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ഓൾറെഡി ചാർജ് എടുക്കുന്നത് ഡോക്ടർ പേഴ്സണലിയാണ് ആ സമയത്തായിരുന്നു. അപ്പം നമ്മൾ കോവിഡിൻ്റെ ഒരു കാലഘട്ടമാണ്. കോവിഡ് സെക്കൻഡ് ഫേസ് തുടങ്ങിയ സമയത്താണ് വന്നത്. എന്താണെന്ന് ചാർജ് എന്താണെന്നൊന്നും അറിയാനാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. എനിക്കറിയില്ലാതെ വലിയ ടെൻഷൻ അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുന്ന കാര്യമാണ്. ഞാൻ വെച്ചിട്ട് കോഴിക്കോടൊരു സൈഡിൽ ഒപ്പിടുക അതല്ലേ ഉള്ളൂ ചാർജ്. ആ പൂച്ചട്ടും കൊണ്ടുവരും, അതോടെ കൊണ്ടുപോകാം. മെഡിക്കൽ ഓഫീസറാണ്. കല്യാണം പറഞ്ഞു വിട്ടപ്പോൾ പോലും കരഞ്ഞിട്ടില്ല. എല്ലാവർക്കും കിട്ടിയാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഔദ്യോഗിക ജീവിതത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന 3 വർഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മേഡം പടിയിറങ്ങുന്നത് ഈ ഒരു കെട്ടിടത്തിൽ നിന്ന് മാത്രമാണ്, ഒരിക്കലും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നല്ല. മേഡത്തിന് കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടെ ടീം മുളക്കുഴ.